എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്യാന്ന് കരുതിയിട്ട് ടൈം കിട്ടിയില്ല ഇതിന്. ഡേറ്റ്സ് പിക്കിള, ഡേറ്റ്സ് വിത്ത് ഗ്രീൻ ചില്ലി പിക്കിള നമ്മൾ ചെയ്യണത്. നല്ല മുഴുത്ത പച്ച നല്ല ഗ്രീൻ ചില്ലി അപ്പയ്ക്ക് മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടി, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ കരുതി കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യാമോ. അതിന് നമുക്ക് നല്ലെണ്ണയുടെ ഒരു കുറവുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിച്ചേക്കണം. അപ്പൊ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോ ഒരു 2 തരി ഉലുവ ഇടണം. ഉലുവ അതെന്താന്ന് കാരണം പറഞ്ഞുതരാം. ഉലുവ പൊടി കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ വറുത്ത് പൊടിക്കാൻ കറണ്ട് പോയിരിക്കുക. അത് കാരണം ഇച്ചിരി ഉലുവ അങ്ങ് പൊട്ടിക്കാനിടാം. പിന്നെ സ്വല്പം പൊടി ചേർക്കാനുണ്ട് ഇതിന്. സിമ്മിലാണോ? സിമ്മില. ഇനി ഇട്ടത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫുള്ളിലേക്ക് ആക്കണം. ഒരു 2 തരി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊടിക്ക് കടുകും ചേർത്തേക്കാം. കടുക് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർക്കണം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞല്ല ഇടുന്നത്, ചതച്ചാ ചേർക്കണം. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിലേക്ക് അതിന്റെ സത്ത് വേഗം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുന്നത് ഒരു 10-25 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സ് നമ്മൾ 2ആയിട്ട് കുരു കളഞ്ഞിട്ട് ഒരു ഡേറ്റ്സ് 2ആയിട്ട് അരിഞ്ഞേക്കുക. അങ്ങനെ ഒരു 10-25 എണ്ണം കാണാം ഡേറ്റ്സ്. പിന്നെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മുഴുത്ത പച്ചമുളക്. ഒരു തരി കായ, അത് ചതച്ചെടുത്തതാട്ടോ ഇതാ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8-10 ദളം വെളുത്തുള്ളിയും ചതച്ചതായത്. അത് ഒരു പിടി കറിവേപ്പില. പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ഉണ്ട്. അത് പിന്നെ കാണിക്കാം ഇതിന്റെ ഒപ്പം. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. മസാല പിന്നെ കാണിക്കാം നമുക്ക്. ഇനി ഇത് കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ചതച്ചതിടാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വരുവാട്ടോ. ക്യാമറ മാറ്റിക്കോ. ഇതൊന്ന് മൂക്കണോ അല്ലേ? ഇതൊന്ന് ഒരു സ്വല്പം ഒരു പച്ചപ്പ് പോണം. ഇത് കഴിയുമ്പോൾ മറ്റുള്ള സംഗതികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊളന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് ആദ്യം ചേർക്കാം കേട്ടോ. 2 ഇളക്ക് കഴിഞ്ഞാൽ അത് അല്ല, പച്ചപ്പൊന്നങ്ങ് മാറിയാൽ മതി. കുറച്ച് വേവിക്കാനുള്ളതായത് അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൂട്ടാം. പച്ചമുളക് നമ്മുടെ മെത്തേഡിലാട്ടോ നമ്മളത് ചെയ്യണത്. ജിഞ്ചിലെ ഡേറ്റ്സ് പിക്കിളെ. പക്ഷെ വളരെ ടേസ്റ്റിയാ. വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കാറുള്ളൂ. നമുക്കിത് കുറച്ചൊരു മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കെടുത്താം. എന്നാന്ന് വെച്ചാൽ പൊടി എടുക്കും. അപ്പൊ ചിലപ്പോ വങ്ങിപ്പോവും പൊടികളായതുകൊണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്ത് കൂട്ടാ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് അതിലേക്ക് ഒരു പൊടിക്ക് എരിവുമുളക് പൊടി കുറച്ച് അമ്മ ചേർക്കണോളൂ. എന്നാന്ന് വെച്ചാൽ പച്ചമുളക് ഓൾറെഡി ഉണ്ടല്ലോ ഇതില്. എരിവുമുളക് പൊടി ഒരു 1/2 സ്പൂൺ. ഇതിന് 1/2 സ്പൂൺ. ഇത് എരിവുമുളക് പൊടി. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കൂടുതൽ ചേർക്കണത് പിരിയമുളക് പൊടിയാണ്. അതായത് കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത. അത് നമുക്കൊരു 1.5 സ്പൂൺ ചേർക്കാം. ഇത്രയില്ലേ, കൊഴുപ്പ് കിട്ടും. അറിയാലോ, കൊഴുപ്പും കളറും ഒക്കെ. അത് 1.5 സ്പൂൺ. നമ്മൾ മീനിന് ചേർക്കണം മുളക് പൊടി. എരിവില്ല അല്ല, എരിവ് തീരെ കുറവാണ്. പിന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്തേക്കും കേട്ടോ. തീയില്ല. ഇളക്കിയിട്ട് നമുക്ക് കായത്തിന്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് കായത്തിന്റെ ഒരു കഷ്ണം എടുത്ത് ഞാൻ സ്ലൈസ് ചെയ്ത ഇത് 4ആയിട്ട് അത് അതിലേക്ക് അലുത്തി ചേർന്നോളും വേവിക്കുമ്പോൾ. അതും ചേർത്ത് ഒരു സ്വല്പം ഉലുവാപ്പൊടി ഉണ്ട്, അതങ്ങ് ഇട്ടേക്കാം. കുറച്ച് ഇരിപ്പുള്ളൂ. അതാ ഞാൻ ഉലുവ കടുക് പൊട്ടിക്കാനെടുത്ത്. അധികം ഉലുവ ചെന്നാലും കയ്പ്പ് സ്വാദ് വരും. ഈ പൊടിച്ച് വെച്ചിരുന്ന മീനിനും കായനും ഒക്കെ തീർന്നു പൊടിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. സിമ്മിലിടണമായിരിക്കും. സിമ്മിൽ വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളല്ലേ എല്ലാം. ഇനി സിമ്മിലിട്ട് ഈ പച്ചമണം മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് മറ്റു സംഗതികളൊക്കെ ചേർക്കേണ്ടത്. വളരെ എളുപ്പമാണ്. അന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ രാത്രിയായിപ്പോയി. പിന്നെ ആകെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും വൈകി കഴിക്കാൻ ധൃതിയായില്ല. അതാ കാണിക്കാതിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ലൈവ് കാണിക്കാമെന്ന്. ഇതിന്റെ പച്ചപ്പൊന്ന് മാറണം അല്ലേ? മാറണം. അത് അധികം സമയം വേണ്ട. പൊടിയായതുകൊണ്ട് അല്ലെങ്കിൽ കരിയും. അതാ മീനൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ പൊടികൾ
വെള്ളത്തിലൊന്ന് കുതിർത്തേച്ചാകുമ്പോൾ ഇങ്ങനെ കരിയൂല അടുപ്പിൽ. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് തീ കുറച്ചിട്ടാലും പെട്ടെന്ന് വങ്ങൽ പറ്റും. അതാ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടുന്ന എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് സ്വാദ് അതിലേക്ക് ഇറങ്ങാനാട്ടോ. ഞാൻ എപ്പോഴും എല്ലാ സംഗതിക്കും ചതച്ചാ ചേർക്കും ഇടിയല്ലേലത്. അതാ അരപ്പ് ഏതാണ്ട് മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ചെറു ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ഇത് വേവിക്കാൻ, ഡേറ്റ്സ് വേവിക്കണതിന് വേണ്ടി ചെറു ചൂടുവെള്ളം ആട്ടോ. അത് ഞാനിപ്പോൾ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഡേറ്റ്സ് ഇട്ടിട്ട് ഇച്ചിരൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ നമുക്ക് ചേർക്കാം. ഇത് എന്നാന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളം ഒന്ന് ഇച്ചിരൂടെ ഒരു എന്നാ അതിന് പറഞ്ഞാൽ തിളയ്ക്കണ്ട, ഇച്ചിരി ഒഴിച്ചൊന്ന് ഈ അരപ്പി കിടന്നൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കഥാപാത്രത്തിന് അങ്ങ് ഇടാം. ഇച്ചിരി വേപ്പിലയും കൂടെ ഇടുക കേട്ടോ. വേപ്പില നമുക്ക് പിന്നെ സ്ഥിരം ഉണ്ടല്ലോ, ധാരാളം വേപ്പില. ഇതൊക്കെ സിമ്മിലല്ലോ? ആ സിമ്മില. ഇനിയിപ്പൊ നമുക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ ഇച്ചിരി തീ കൂട്ടി വെക്കാം. ഇതൊന്ന് മിക്സായി ഒന്ന് ഇതായിട്ട് വരട്ടെ കേട്ടോ. ഒന്ന് കൊമള പോലെ വരും. അതിന് മറ്റേ പറയാൻ വാക്കെനിക്കൊന്നു ഇപ്പിട്ടില്ലല്ലോ പ്രധാന കഥാപാത്രം. ഇതിന് പാകത്തിനുള്ള ഒരു ഉദ്ദേശം നമുക്കൊന്ന് ഇട്ട് നോക്കാം. കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. കൂടിപ്പോയാൽ പ്രശ്നമല്ലേ. എല്ലാ പാചകത്തിന്റെയും പ്രധാന കഥാപാത്രം ഏതാണെന്നമ്മ? ഉപ്പ്. അതന്നെ. കൂടിപ്പോയാൽ കൈയാകും, ആകെ മോശമാവും. കുറഞ്ഞു പോയാലോ? ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് അടുക്കളയിലെ നുറുങ്ങുകൾ. ഇത് കുതിർന്ന് വേവണ്ട. നോക്കാം. ഓണപ്പൂക്കളം പോലെ ഉണ്ട്, കളർഫുൾ അല്ലേ. നമുക്കിത് അരപ്പെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഇട്ടൊന്ന് വേവിക്കണം. ഡേറ്റ്സ് ഇടുക കേട്ടോ. ഡേറ്റ്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ കിടന്നൊന്ന് കുതിർന്ന് വേവണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യത്തിനായിട്ട് കുറച്ച് വിനീഗറും പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടി ഇതൊക്കെ ചേർന്ന ആ ഡേറ്റ്സിന് മധുരം ഉണ്ടെങ്കിൽ പോലും എരിവും ഇതൊക്കെ ചേർന്നുകൊണ്ടൊന്ന് ഒരു ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്വല്പം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ ശർക്കരയോ മതി. ഇതിപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കിടന്ന് കുതിർന്ന് വേവും. ഇതിനൊരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരുവിധം വേവായി കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. കാരണം ഇത് സ്വല്പം ഗ്രേവിയോട് കൂടി ഇരുന്നില്ലെങ്കിൽ പിന്നെ ഇത് റെഡി ആയി കഴിയുമ്പോൾ എന്നാന്നോ ഒട്ടും ഗ്രേവി കാണൂല, വെള്ളം വറ്റി പോകും. ഒരു സ്വല്പം സിറപ്പോട് കൂടി നമ്മളിത് വെന്ത് ഓഫ് ചെയ്യണം. അങ്ങനെയത് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കൊരു സ്വല്പം വിനീഗർ ചേർത്ത് കൊടുക്കണം ഇതിന്. അതേത് പിക്കിളിനും ചേർക്കണതാ. നോക്കട്ടെ കേട്ടോ. സ്വല്പം പിന്നെ നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് മതിയാവും. വിനീഗർ ചേർത്ത് പിന്നെ നമുക്ക് എരിവും ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ഇച്ചിരി ശർക്കര ഇതും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇതിൽ കിടന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് മതി. അത്രയും മതി. ഉലുവാപ്പൊടിയുടെ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ കടുക് വറുത്തപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ചിട്ടുണ്ട്. മമ്മ എന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യുവാണോ? അല്ല, എങ്ങനെയുണ്ടോ നോക്കിയതാ. വലിയ കുഴപ്പമില്ല. എന്നാലും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നില്ല. അത് എല്ലാം ശരിയാവട്ടെ. ശർക്കര പാനിയായിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ. ചീകി ഇടരുത്. ചീകി ഇടരുത്. ചിലപ്പോ ഉപ്പോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് പെടും. അതുകൊണ്ട് പാനിയാക്കിയിട്ട് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. സ്വല്പം ചേർത്താൽ മതി അല്ലേ? സ്വല്പം മതി. അതാ എരിവ് ന്യൂട്രലൈസ് ചെയ്ത് പോവാനാ. നമ്മൾ എരിവൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പൊ എരിവുണ്ടാവും. കളർ നല്ല രസമുണ്ടല്ലേ. ഇനി തിളച്ച് വെന്ത് വരണം. പിന്നെ പാകത്തിന് വിനീഗർ ചേർക്കണം കുറവാണെങ്കിൽ. 5 മിനിറ്റ് ഒക്കെ എന്താ മതിയാവൂല്ലേ? അത് മതി. അതെന്നാന്ന് വെച്ചാൽ ചില ഡേറ്റ്സ് പെട്ടെന്നാവും. എരിവുണ്ടാവും, ഒന്ന് ചൂടുണ്ടാവും. അല്ല ചൂടുണ്ടോ? നോക്കി. ഇച്ചിരി പുളിയും കൂടെ വേണം നമ്മക്ക് തോന്നും. പുളി വേണ്ടേ? ഇച്ചിരി പുളി കൂടെ. അതെന്നാന്നോ എരിവ് ഇറങ്ങും. ഇനി മധുരം ഇറങ്ങും. മധുരം പോരെ? ഇച്ചിരി വേണമെങ്കിൽ പനി ചേർക്കാം. ഡേറ്റ്സിന്റെ ഇറങ്ങും. അമ്മ ഈ ഗ്രീൻ ചില്ലി ഡേറ്റ്സ് ആയതുകൊണ്ട് ഇച്ചിരി എരിവ് ഉണ്ടാവും. ഗ്രീൻ ചില്ലിക്ക് ഇച്ചിരി എരിവ് ഉണ്ടായിരുന്നു. അതാ. പിന്നെ നമ്മൾ മുളകും ചേർത്തിട്ടുണ്ടല്ലോ. ഇത് മതിയാവും അല്ലേ? കളർ നല്ല ഭംഗിയുണ്ട്, സ്മെല്ലും വന്നുണ്ട്. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഗ്രീൻ ചില്ലിയുടെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ പൊതുവെ ഡീപ്പായിട്ടുള്ള മധുരം അങ്ങനെ താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെ ഇട്ടത്. അപ്പൊ എരിവ് ഒട്ടും വേണ്ടാത്തവര് ഗ്രീൻ ചില്ലിയുടെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഡിഷായ ഡേറ്റ്സ് വിത്ത് ഗ്രീൻ ചില്ലി പിക്കിൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ എണ്ണ എപ്പോഴും മുകളിൽ കിടക്കണം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലിട്ട് മാറ്റാവുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റരുത്, ചില്ല് കുപ്പിയിലേക്ക് തന്നെ മാറ്റണം. കുപ്പിയിലും എണ്ണ ഇതുപോലെ ഏതൊരു പിക്കിളിലെയും പോലെ മുകളിൽ കിടക്കണം. നല്ലെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് നല്ലത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാമെങ്കിലും കുറച്ച് ദിവസം കുപ്പിയിൽ അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ എരിവും മധുരവും ഒക്കെ ചേർന്ന് ന്യൂട്രലൈസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ കുറച്ച് ദിവസം കുപ്പിയിലൊക്കെ അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ എടുക്കുക. മമ്മാസ് കിച്ചണിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷാണ് ഡേറ്റ്സ് വിത്ത് ഗ്രീൻ ചില്ലി പിക്കിൾ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ. അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, വളരെ രുചികരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വല്പം എരിവും സ്വല്പം മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ഡിഷാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകെ കൂടി നമുക്ക് മതി ടോട്ടൽ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ്. ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ചപ്പാത്തിയോ അതുപോലെ തന്നെ കപ്പ കുഴച്ചതോ എന്തിൻ്റെ ഒപ്പം ആണെങ്കിലും നമുക്ക് ലൈറ്റായിട്ട്, ചോറിൻ്റെ ഒപ്പം ആണെങ്കിൽ തന്നെ നമുക്കൊരു ലൈറ്റായിട്ടൊരു പിക്കിൾ എന്നൊരു ഇനത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. സൂപ്പറാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിരുന്നു ഇത്. ഒരു ബ്യൂട്ടിഫുൾ ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് താഴെയുള്ള കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും ഞാൻ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത ഡിഷുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.